കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ബെഡ്റൂമിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഐശ്വര്യവും സമ്പത്തും സൗഭാഗ്യങ്ങളും കൂടുതൽ ഉന്നതിയിലേക്ക് പോകും, അതിനെ നമ്മൾ ബെഡ്റൂമിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ബെഡ്റൂമിലാകാം, എന്തൊക്കെ കാര്യങ്ങൾ ബെഡ്റൂമിലായിക്കൂടാ എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഒന്ന്, മാസ്റ്റർ ബെഡ്റൂം ഒരിക്കലും നോർത്ത് ഈസ്റ്റിൽ വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ വെൽത്തിനെയും കരിയറിനെയും ബാധിക്കും, തൊഴിലിനെയും സമ്പത്തിനെയും ബാധിക്കും. അതായത് മാസ്റ്റർ ബെഡ്റൂം നോർത്ത് ഈസ്റ്റ്, വീടിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വരാൻ പാടില്ല. അടുത്തത്, സൗത്ത് ഈസ്റ്റിലാണ് നിങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മാനസികമായും വൈകാരികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ജീവിതത്തിലുണ്ടാവും. സൗത്ത് ഈസ്റ്റ് ഭാഗത്തെ ബെഡ്റൂം, അവിടെയും ബെഡ്റൂം വരാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് ബ്രഹ്മസ്ഥാനത്താണ് നിങ്ങളുടെ ബെഡ്റൂം എങ്കിൽ, അതായത് ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് മൊത്തം വീടിന്റെ മധ്യഭാഗത്തായിട്ടാണ് നിങ്ങളുടെ ബെഡ്റൂം എങ്കിൽ നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടാവും, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് വീടിന്റെ മധ്യഭാഗത്തുള്ള ബെഡ്റൂമും ഒഴിവാക്കണം. ബെഡ്റൂമിന് ഏറ്റവും പറ്റിയ സ്ഥലം സൗത്ത് വെസ്റ്റ് ആണ്. മാസ്റ്റർ ബെഡ്റൂമിന് ഏറ്റവും പറ്റിയത് സൗത്ത് വെസ്റ്റ് ആണ്, കന്നിമൂല, തെക്ക് പടിഞ്ഞാറേ മൂല. ഇവിടെയാണ് നിങ്ങളുടെ ബെഡ്റൂം എങ്കിൽ നിങ്ങൾക്ക് സ്ഥിരതയും ശക്തിയും സ്വാഭാവികമായും വന്നു ചേരും എന്നാണ് വാസ്തുവിൽ പറയുന്നത്. ഗൃഹനാഥൻ നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, ബ്രഹ്മസ്ഥാനം എന്നീ ഭാഗത്തുള്ള ബെഡ്റൂമുകൾ പരമാവധി ഒഴിവാക്കുക. ഗൃഹനാഥൻ ഈ ഭാഗത്തുള്ള ബെഡ്റൂമുകൾ ഒട്ടും അനുയോജ്യമല്ല. അത് കഴിഞ്ഞ് കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന സ്ഥലങ്ങൾ, വെസ്റ്റിലെ ബെഡ്റൂം ഉപയോഗിക്കാം, നോർത്ത് ഈസ്റ്റിലെ ബെഡ്റൂം ഉപയോഗിക്കാം, നോർത്തിലെ ബെഡ്റൂം ഉപയോഗിക്കാം. അതായത് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, വടക്ക് എന്നീ ഭാഗങ്ങളിലുള്ള ബെഡ്റൂമുകൾ കുട്ടികൾക്ക് ഉപയോഗിക്കുന്നത് ഏറ്റവും ഉത്തമമായി വാസ്തുവിൽ പറയുന്നു. അടുത്തത്, കുടുംബത്തിലെ മൂത്ത മകന് സൗത്ത് ഭാഗത്തുള്ള ബെഡ്റൂം ഉപയോഗിക്കാൻ ഏറ്റവും അഭികാമ്യമായിട്ട് വാസ്തുവിൽ പറയുന്നു. അടുത്തത്, നോർത്ത് വെസ്റ്റ്. നോർത്ത് വെസ്റ്റ് മകൾക്ക് കൊടുക്കാം, ഗസ്റ്റ് റൂമായിട്ടും കൊടുക്കാം. അപ്പൊ നോർത്ത് വെസ്റ്റ് ഭാഗത്തുള്ള ബെഡ്റൂം പെൺകുട്ടികൾക്കും ഗസ്റ്റുകൾക്കുമായിട്ട് കൊടുക്കാം. പെൺകുട്ടികൾക്ക് ആണെങ്കിൽ അവിടെ താമസിക്കാം, അതല്ല ഗസ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ ഗസ്റ്റുകൾക്കും ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബെഡ്റൂം കൊടുക്കാം. അടുത്തത്, ഒരു പുതിയ ന്യൂ കപ്പിൾസ്, ഒരു പുതിയ വീട്ടിലൊരു വിവാഹം നടന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഉള്ളൊരു ബെഡ്റൂമായിട്ടും നോർത്ത് വെസ്റ്റ് ഭാഗത്തെ ബെഡ്റൂം അവർക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അടുത്തത്, തെക്കോട്ട് തലവെച്ച് കിടക്കുകയാണെങ്കിൽ ദീർഘായുസ് ഉണ്ടാകുമെന്നും കിഴക്കോട്ട് ആണ് തലവെച്ച് കിടക്കുന്നെങ്കിൽ പ്രബുദ്ധത ഉറപ്പാക്കുമെന്നും വാസ്തുവിൽ പറയുന്നു. അപ്പോൾ ഈ കിഴക്കും തെക്കുമാണ് നമ്മുടെ വാസ്തു അനുസരിച്ച് കിടക്കാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലങ്ങളായിട്ട് പറയുന്നത്. അവിടെ ഈ രണ്ട് തരത്തിലുള്ള ഭാഗ്യങ്ങൾ നമ്മളെ അനുകൂലിക്കും എന്ന് പറയുന്നു. അടുത്തത്, ഒരു കാരണവശാലും ബെഡ്റൂമിൽ മിറർ പാടില്ല. അങ്ങനെ മിറർ ഉണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്ന സമയം ഇത് മിറർ മറച്ചിട്ട് കിടക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അടുത്തത്, നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ കട്ടിലിന് പുറകിൽ ഒരു സോളിഡ് ആയിട്ടുള്ളൊരു വാൾ ഉണ്ടായിരിക്കണം, ശക്തമായൊരു ഭിത്തിയുടെ സപ്പോർട്ടിങ് നമുക്കുണ്ടായിരിക്കണം. അപ്പം അത് നോക്കിയിട്ട് വേണം കിടക്കാനായിട്ട്. അടുത്തത്, വെള്ളം, വാട്ടർഫാൾസ് അങ്ങനെയുള്ള ചിത്രങ്ങളൊന്നും ബെഡ്റൂമിൽ പാടില്ല. വെള്ളത്തിന്റെ ഒരു കാര്യങ്ങളും ബെഡ്റൂമിൽ പാടില്ല. തെക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും ബെഡ്റൂമിന്റെ ഡോറ് തെക്ക് കിഴക്ക് ഭാഗത്തോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ വരുന്നത് ഒട്ടും നല്ലതല്ല. അതിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് അത് കൊടുക്കാൻ നല്ലതാണ്. ബീം ബെഡ്റൂമിൽ നല്ലതല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ സീലിംഗ് ചെയ്ത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഒരു കാരണവശാലും ബീമിന്റെ അടിയിൽ ബെഡിട്ട് കിടക്കുന്നത് നല്ലതല്ല. നമ്മുടെ ക്യാഷ് ബെഡ്റൂമിൽ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ക്യാഷിന്റെ അലമാര വെക്കുക, എന്നിട്ട് അത് നോർത്തിലോട്ട് നോക്കി തുറക്കുന്ന രീതിയിൽ വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബെഡ്റൂമിൽ ഒന്ന് ശ്രദ്ധിക്കൂ. അപ്പോൾ അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സൗഭാഗ്യങ്ങൾ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.